ഇലക്ട്രിക് വാഹന വിപണിയിൽ തന്നെ അതികായനായി മുന്നേറി വരികയാണ് ടാറ്റ മോട്ടോഴ്സ്. ICE എഞ്ചിൻ വിഭാഗത്തിൽ മാരുതി സുസുക്കി എങ്ങനെയാണോ ആ നിലയിലേക്ക് EV രംഗത്ത് വളർന്നു പന്തലിക്കുകയാണ് നമ്മുടെ ടാറ്റ. നെക്സോൺ എന്ന ജനപ്രിയനെ വൈദ്യുതീകരിച്ച് തുടങ്ങിയ നിശബ്ദ വിപ്ലവം ഇന്നിതാ പഞ്ച് EV വരെ എത്തി നിൽക്കുകയാണ്. ടിയാഗോ EV, ടിഗോർ EV എന്നിവയ്ക്ക് കിട്ടുന്നതിലും വലിയ സ്വീകാര്യതയായിരിക്കും ഈ കുഞ്ഞൻ ഇലക്ട്രിക് SUV സ്വന്തമാക്കാൻ പോകുന്നത്. പഞ്ച് EVയോടെ സംഭവം അവസാനിക്കുമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ തെറ്റി. അടുത്തതായി ടാറ്റ കാത്തുവച്ചിരിക്കുന്നത് അൾട്രോസ് EV എന്ന വജ്രായുധത്തെയാണ്. 2019 ജനീവ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച വാഹനത്തെയും കാത്ത് ഫാൻസ് ഇരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. പിന്നീട് 2020 ഓട്ടോ എക്സ്പോയിൽ പ്രീമിയം ഹാച്ചിൻ്റെ വൈദ്യുതീകരിച്ച മോഡലിൻ്റെ പ്രൊഡക്ഷൻ പതിപ്പും പ്രദർശിപ്പിച്ച് ഹൈപ്പ് കൂട്ടാൻ കമ്പനിക്കായിരുന്നു. എന്നാണ് വണ്ടി വിപണിയിലെത്തുകയെന്നും കാത്തിരിക്കുന്നവർക്കായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺസെപ്റ്റ് മോഡൽ ആദ്യമായി പ്രദർശിപ്പിച്ച് ഏകദേശം 5 വർഷത്തിന് ശേഷം അൾട്രോസ് EV ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് അടുത്ത വർഷത്തോടെ 2025 സംഭവം വരുമെന്ന് സാരം. അല്പം വൈകിയാലെന്താ, അൾട്രോസ് EVയിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെക്സോൺ EVയ്ക്ക് ശേഷം ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ടാറ്റയുടെ രണ്ടാമത്തെ മോഡലായ അൾട്രോസ് EVയുടെ പ്രൊഡക്ഷനിൽ ടാറ്റ ഗുരുതരമായ ചില വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഫ്ലോറിന് താഴെയുള്ള ബാറ്ററി പാക്കിൻ്റെ പാക്കേജിംഗ് ആയിരുന്നു പ്രധാന സ്റ്റോപ്പ് ലൈൻ. ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം 20 മില്ലിമീറ്റർ മുതൽ 145 മില്ലിമീറ്റർ വരെ കുറയ്ക്കാൻ ഇടയാക്കുമായിരുന്നു. ക്ലിയറൻസ് നഷ്ടം നികത്താൻ അൾട്രോസ് ഉയർത്തുന്നത് ഒരു ഓപ്ഷനായിരുന്നില്ലെന്നാണ് ടാറ്റ നൽകിയ സൂചന. കാരണം അത് ഹാച്ച്ബാക്കിൻ്റെ നിലപാട് പൂർണ്ണമായി നശിപ്പിക്കുകയും അതിനെ ഒരു ക്രോസ് ഓവർ പോലെയാക്കുകയും ചെയ്യുമെന്നതാണ് ടാറ്റയെ പിന്നോട്ട് വലിച്ച ഒരു കാര്യം. അങ്ങനെ കാലതാമസം നേരിട്ടതിന് പകരമായി ടിയാഗോ EVയും പഞ്ച് EVയും പുറത്തിറക്കി കമ്പനി ഹിറ്റടിച്ചു. അടുത്തത് ഈ വർഷം ഹാരിയർ EVയുടെ ഊഴമാണ്. അതിനുശേഷം 2025 അൾട്രോസ് ഇലക്ട്രിക് പിറവിയെടുക്കും. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയ Active.EV ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കി വരാനിരിക്കുന്ന 5 മോഡലുകളിൽ ആദ്യത്തേതാണ് പഞ്ച്. അതിന് പുറകിലായി കർവും രൂപമെടുക്കും. ഈ വർഷം അവസാനത്തോടെ ഹാരിയറും എത്തും. 2025ഓടെ സിയറയും അൾട്രോസും യാഥാർത്ഥ്യമാകും. ഇതെല്ലാം അർത്ഥമാക്കുന്നത് അൾട്രോസ് EVയിൽ നേരിട്ടിരുന്ന ബാറ്ററി പാക്കേജിംഗ് പ്രശ്നം ടാറ്റ വിജയകരമായി പരിഹരിച്ചു എന്നതാണ്. അൾട്രോസ് EVയും പഞ്ച് EVയുടെ അതേ പ്ലാറ്റ്ഫോമിലും ആർക്കിടെക്ചറിലും അധിഷ്ഠിതമാണെന്ന് കണക്കിലെടുക്കുമ്പോൾ അല്പം വലിപ്പത്തിലുള്ള ബാറ്ററി പാക്കുകൾ പ്രീമിയം ഹാച്ച്ബാക്കിൻ്റെ വൈദ്യുതീകരിച്ച പതിപ്പിലേക്കും എത്തുമെന്നാണ് വിവരം. 25 കിലോവാൾട്ട്, 35 കിലോവാൾട്ട് എന്നിങ്ങനെയുള്ള 2 വകഭേദങ്ങളും വാഹനത്തിലുണ്ടാകും. അതായത് അൾട്രോസ് EVയ്ക്ക് യഥാക്രമം 315 കിലോമീറ്ററും 421 കിലോമീറ്റർ റേഞ്ച് ആയിരിക്കും ഉണ്ടാകുക എന്ന് സാരം. എന്നാൽ കൂടുതൽ മെച്ചപ്പെടുത്തി റേഞ്ച് 500 ആക്കാനുള്ള ശ്രമങ്ങളും ടാറ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കും. കൂടാതെ അൾട്രോസ് EVയുടെ മോട്ടോർ പവർ പഞ്ച് ഇലക്ട്രിക് SUVയ്ക്ക് സമാനമായിരിക്കും. വില വലിയൊരു ഘടകമായിരിക്കുമ്പോൾ പെട്രോൾ ഡീസൽ മോഡലുകളേക്കാൾ കൂടുതലായിരിക്കുമെന്നതിൽ ഡൗട്ട് വേണ്ട. ഈ EV അടുത്ത വർഷം എത്തുമ്പോൾ ഏകദേശം 10,50,000 രൂപ മുതൽ 15,49,000 രൂപ വരെ പ്രതീക്ഷിക്കാം. അൾട്രോസ് EV ടാറ്റയുടെ അടുത്ത തലമുറ ഡിസൈൻ ശൈലിയിലും പിന്തുടരും. സ്ലീക്കർ ലുക്ക് ഹെഡ്ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളും LED ഡേറ്റ് റണ്ണിംഗ് ലൈറ്റുകളും പുനരൂപകൽപ്പന ചെയ്ത ബമ്പറുകളും അലോയ് വീലുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. അകത്തേക്ക് കയറിയാലും പെട്രോൾ ഡീസൽ എന്നീ മോഡലുകളേക്കാൾ പ്രീമിയം ആയിരിക്കുമെന്നതാണ് സൂചനകൾ. ഒരു വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തോടു കൂടി അപ്ഡേറ്റ് ചെയ്ത ഡാഷ്ബോർഡും ഇലുമിനേറ്റഡ് ടാറ്റ ലോഗോയുള്ള പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും അൾട്രോസിന് കെട്ടിയേക്കാം. ഒരു ഇലക്ട്രിക് ഹാച്ച്ബാക്ക് എന്ന നിലയിൽ ഇതിന് ഇടക്കാലത്ത് എതിരാളികൾ ഉണ്ടാകില്ലെന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.